ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, നമ്മൾ മോഡി കെയർ ബിസിനസ് ചെയ്യുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പലർക്കും അറിയാത്തതും അതുപോലെ തന്നെ പലരും വേണ്ടത്ര ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ ഡാറ്റ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ പലരുടെയും ബിസിനസ് നടക്കുന്നത്. അതായത് നമ്മുടെ ടീമിലെ ആളുകളുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ടീമിൽ എത്ര ആളുകളുണ്ട്, എത്ര ജോയിനീസ് വന്നു, എത്ര ലോയൽറ്റി കസ്റ്റമർ ഉണ്ട്, എത്ര 100 PV കസ്റ്റമർ ഉണ്ട്, എത്ര FSP കസ്റ്റമർ, ഓരോരോ മാസം നമ്മളൊരു 5-6 മാസത്തെ അല്ലെങ്കിൽ 2-3 മാസത്തെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് നമ്മുടെ ബിസിനസ്സിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് പോകുന്നതിനും നമുക്കൊരു എനർജി ഉണ്ടാകുന്നതിനും നമുക്കൊരു പ്രോത്സാഹനം അതായത് നമുക്ക് തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, പുരോഗമനമുണ്ടോ, അതല്ല താഴോട്ടാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് അത്തരം കാര്യങ്ങൾ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരമാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ മോഡി കെയർ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ലീഡേഴ്സൊക്കെ നമ്മോട് പറയാറുണ്ട് പലപ്പോഴും, നമ്മുടെ കയ്യിലൊരു ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് നമ്മൾ മോഡി കെയറിന് വേണ്ടി മാറ്റി വെക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ എഴുതി വെക്കേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ആ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ആ ഡയറിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രത്യേകം, അതായത് നമ്മുടെ ലോയൽറ്റി കസ്റ്റമർ, എത്ര ലോയൽറ്റി കസ്റ്റമർ നമുക്കുണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കണം. അതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ലോയൽറ്റി കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള പർച്ചേസ് നടന്നിട്ടുള്ള ആളുകളുടെ ഒരു ഡീറ്റെയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ആപ്പിൽ വഴി കിട്ടാം. ആപ്പിൽ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് റിപ്പോർട്ടിൽ നമുക്ക് ഓരോരുത്തരെ കിട്ടും. അത് വേറെ കാര്യം. പക്ഷേ ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഒറ്റ ക്ലിക്കിൽ എല്ലാവരുടെയും പേരുകൾ ഒരുമിച്ച് നമുക്ക് മുന്നിൽ വരുന്നതും അവരുടെ PV, അവർ ചെയ്തിട്ടുള്ള PVയും അതുപോലെ തന്നെ അവരുടെ BVയും അവരുടെ എക്സ്ട്രാ PVയും അവരുടെ MC നമ്പറും പേരും എല്ലാം അടക്കം നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ www.modicare.com എന്ന വെബ്സൈറ്റിൽ കയറുകയാണ് നല്ലത്. അപ്പോൾ നമ്മളതിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ MC നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്വേഡ് അടിക്കാം, MC നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക. ഓക്കെ, പാസ്വേഡ് അടിച്ചിട്ട് ഇവിടെ താഴത്ത് നമുക്കൊരു 1+5 എത്രയാണ് എന്നുള്ളതെന്ന് ആ ക്യാപ്ഷ ഒന്ന് ഫില്ല് ചെയ്യുക. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ ആ 3 ലൈൻ ഇടത് ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതൊന്ന് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല, പ്രൊഫൈൽ കഴിഞ്ഞിട്ട് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോയൽറ്റി, ബിസിനസ് സ്റ്റാറ്റസ്, ഡൗൺലൈൻ ബിസിനസ് സ്റ്റാറ്റസ്, ഫ്രണ്ട് ലൈൻ ടാർഗറ്റ്, എൻറോൾമെൻറ്റ്, ഫ്രണ്ട് ലൈൻ ടാർഗറ്റ്, ബിൽഡേഴ്സ് റിപ്പോർട്ട്, ആക്റ്റീവ് റിപ്പോർട്ട്. ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആക്റ്റീവ് റിപ്പോർട്ടിൽ പോവാം. ആക്റ്റീവ് റിപ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് കയറും. ഇവിടെ നമുക്ക് നവംബർ മാസം, ഇപ്പോൾ കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ എത്രയാണ് ബിസിനസ്, അതേപോലെ ഒക്ടോബറിൽ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, നമ്മുടെ എല്ലാ മാസവും ഏത് മാസമാണ് ഏത് ഇയർ ആണെന്നൊക്കെ നമുക്ക് ഇവിടെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ലോയൽറ്റി കസ്റ്റമർ അല്ലെങ്കിൽ എത്ര ആക്റ്റീവായിട്ടുള്ള പർച്ചേസ് നടന്നിട്ടുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ ടീമിൽ, അതാരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നവംബർ മാസം 2021 ഷോ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെലക്ട് മന്ത് സെലക്ട് ചെയ്തിട്ടില്ല, നവംബർ സെലക്ട് ചെയ്തു. ഷോ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 20 ആളുകളുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. 20 ആളുകളുടെ ഡീറ്റെയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇവിടെ 20 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 500, നമുക്ക് കൂടുതൽ ആളുകൾക്കനുസരിച്ച് നമുക്ക് എത്രയും കൂട്ടാം. ഇപ്പം നമുക്ക് ടോട്ടൽ 67 ആക്റ്റീവ് റിപ്പോർട്ടാണ് എൻ്റെ ടീമിൻ്റെ ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് ഇവരെ അറിയാം. ഇവിടെ നോക്കുക, ഒരു മിനിറ്റ്. ഇവിടെ അവരുടെ MC നമ്പർ, കൺസൾട്ടൻ്റ് നെയിം, എൻറോൾമെൻറ്റ് ഡേറ്റ്, എൻറോൾമെൻറ്റ് സ്പോൺസർ, പെയ്ഡ് ആസ് ടൈറ്റിൽ, വാലിഡ് ടൈറ്റിൽ, പ്രീവിയസ് മന്ത്, എക്സ്ട്രാ PV. നമുക്കിവിടെ PV എത്ര PV, ഓരോരുത്തരും ചെയ്ത PV ആണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ എക്സ്ട്രാ PV നമുക്കിവിടെ കാണാൻ കഴിയും, BV നമുക്കിവിടെ കാണാൻ കഴിയും, GPV ഇവിടെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്ര ലോയൽറ്റി കസ്റ്റമർ നമുക്കുണ്ട് എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്തേക്കാം, നമുക്ക്
ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാവാം. ആരൊക്കെയാണ് ലോയൽറ്റി പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, ഇവരുടെ ഒരു ഡീറ്റെയിലും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കത് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ഈ ലോയൽറ്റി റിപ്പോർട്ട് ടീമിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും ഓൾറെഡി ലോയൽറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്യാനും അവരെ ഓർമ്മപ്പെടുത്താനും എത്രയും പെട്ടെന്ന് അവരുടെ പർച്ചേസിങ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപകരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. ലോയൽറ്റി കസ്റ്റമർ നവംബർ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇവരെ പേരുകൾ മുഴുവൻ എഴുതി. ഇനി നമുക്ക് ഡിസംബറിൽ നോക്കാം. ഡിസംബർ വരുമ്പോഴും ഡിസംബർ 10-10 തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, ലോയൽറ്റി കസ്റ്റമർ ആരൊക്കെ നമുക്കിതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യാം, നമുക്കിതിൽ നമ്മൾ എഴുതി വെച്ച നോട്ട്ബുക്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന ആളുകളൊക്കെ ലോയൽറ്റി ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും ആളുകൾ, ബാക്കിയുള്ള ആളുകൾ ലോയൽറ്റി ചെയ്യാനുണ്ട്, അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം. 15-ാം തീയതിക്കുള്ളിൽ വീണ്ടും നോക്കുക, 25-ാം തീയതിക്കുള്ളിൽ വീണ്ടും നോക്കുക, 25-ാം തീയതിക്കുള്ളിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇവരൊക്കെ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. നമുക്കറിയാം ലോയൽറ്റി ജോയിൻ ചെയ്ത് 3 മാസം കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 30 തീയതി വരെ സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ഡാറ്റ ബേസ് ചെയ്ത് നമ്മൾ നമ്മുടെ ടീമിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് വലിയ ഒരു ഉണർവുണ്ടാവും. നമ്മുടെ ബിസിനസ് മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ അതൊരു കാരണമാവും. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ.